ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മുഖ്യമന്ത്രി. നിയമസഭയിലെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ സാധിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ സാധ്യമല്ല എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, തൃക്കാക്കര ഇലക്ഷന്റെ തൊട്ടു മുമ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളയിൽ വരും കെട്ടോ എന്നാണ്. എന്നിട്ട് എന്തായി? കേരളത്തിലെ ജനങ്ങൾ കേരളിന്റെ കുറ്റി പറിച്ചെറിഞ്ഞു കളഞ്ഞു. കേരളിന്റെ കുറ്റി പറിച്ചെറിഞ്ഞതുപോലെ ഈ സർക്കാരിന്റെ അടിവേര് പിഴുതെറിയുക തന്നെ ചെയ്യുമെന്നതാണ് UDYFന്റെ ഈ മാർച്ചിലൂടെ ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുന്നത്. ഒരു ജില്ലയെ അവഹേളിക്കുക, ഒരു സമുദായത്തെ അവഹേളിക്കുക, മതത്തിന്റെ പേരിൽ പൌരത്വം പോലും നിർണയിക്കുന്ന ഒരു കാലത്ത്, മതത്തിന്റെ പേരിൽ പൌരത്വം പോലും നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് മതം തിരിച്ച് കള്ളക്കടത്തിന്റെ, സ്വർണ്ണക്കടത്തിന്റെ, കുറ്റകൃത്യങ്ങളുടെ പ്രചരണം നടത്തുന്ന സംഘപരിവാറിന്റെ പ്രചരണ രീതികൾ ഏറ്റെടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്നിട്ട് ഇന്നലെ ഭരണകക്ഷിയിലെ ഒരു MLA ശ്രീ KT ജലീൽ പറയാണ്, വെല്ലുവിളിക്കാം, UDFനെ വെല്ലുവിളിക്കാം. മുമ്പൊരു വെല്ലുവിളിയാണ് KT ജലീൽ നടത്തിയത്. അതിന്റെ പേരിലാണ് തന്റെ മന്ത്രിസ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടമായത്. ആ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. ഇന്ന് വെല്ലുവിളിച്ച അവസാനം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് സഭയിലില്ല. മുഖ്യമന്ത്രിക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. സഭയിലില്ല. ഒരു വെല്ലുവിളിച്ചതിന്റെ ഗുണമാണ് ഇപ്പൊ കാണുന്നത്. മുമ്പൊരു കുട്ടി എളാപ്പയുമായി ചേർന്ന് റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരു ശത്രുവിനെ കണ്ടു, എതിരാളിയെ കണ്ടു, വെല്ലുവിളിച്ചപ്പോ അയാൾ വന്ന് എളാപ്പയെ നന്നായി പെരുമാറി. വീണ്ടും വെല്ലുവിളിച്ചു, വീണ്ടും പെരുമാറി. ഈ എളാപ്പ മോനോട് പറയുന്നുണ്ട്, മോനെ ഇനി ദയവേത് ഇങ്ങനെ വെല്ലുവിളിക്കരുതെന്ന്. അതുപോലെ ശ്രീ KT ജലീലിനോട് കേരളത്തിലെ ഭരണപക്ഷ MLA-മാരും അതിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിമാരും പറയേണ്ട ഒരു ഗതികേടിലാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ തെരുവിൽ ഉണ്ടാകും. മുഖ്യമന്ത്രിക്ക് ശബ്ദം വന്നാലും ശരി, മുഖ്യമന്ത്രിക്ക് ശബ്ദം പോയാലും ശരി, സ്പീക്കറെ കൂട്ടുപിടിച്ച് സഭയിലെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറിയാലും ശരി, ചോദ്യങ്ങളെ നിങ്ങൾ നേരിട്ടാലും ശരി, ഈ തെരുവിൽ അതിശക്തമായ സമരങ്ങളുമായി UDFന്റെ യുവജന വിഭാഗം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരഭടന്മാരെയും അഭിവാദനം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഏറെ പ്രിയങ്കരനായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് UDYF. ഏറ്റവും പ്രിയപ്പെട്ട ആ ശബ്ദമുയരുക ഈ നാട്ടിലെ സംഘപരിവാറിന് വേണ്ടിയിട്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. BJPയുടെ ഒരു MLA പോലും ഇല്ലാതിരുന്നിട്ടും സംഘപരിവാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 98 സംഘപരിവാറിന്റെ നിയമസഭാ സാമാജികന്മാരോടാണ് UDFന്റെ ഈ നാടിന്റെ 42 ജനപ്രതിനിധികൾ ഉച്ചത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ മുൻപ് വിചാരിച്ചിരുന്നത് RSSന്റെ ഏറ്റവും അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് ആൽത്തറകളിലാണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, RSSന്റെ ഏറ്റവും അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് അത് CPMന്റെ നേതൃത്വത്തിനകത്താണ് എന്ന് കേരളീയ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറ്റം ചെയ്യുന്നവന്റെ അവന്റെ കുറ്റകൃത്യം തേടാനാണ് ഈ രാജ്യത്തെ ഭരണഘടന ഉണ്ടാക്കിയപ്പോ ശ്രീ BR അംബേദ്കറും അതുപോലെ തന്നെ ശ്രീ ജവഹർലാൽ നെഹ്റുവും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്. കുറ്റകൃത്യം ചെയ്യുന്നവന്റെ മതം ചികഞ്ഞു പോകുന്ന പാരമ്പര്യം ഈ രാജ്യത്ത് തുടങ്ങി വെച്ചത് സംഘപരിവാറായിരുന്നുവെങ്കിൽ ആ സംഘപരിവാറിന്റെ പാരമ്പര്യത്തെ അതേ പാതയിലൂടെ കുറ്റം ചെയ്യുന്ന ആളുകളുടെ അവരുടെ മതം ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള CPMന്റെ നേതാക്കന്മാർ. സ്വർണം കടത്തുന്നവരത്രയും മുസ്ലിം സമുദായക്കാരത്രയും, സ്വർണം കടത്തുന്നവരത്രയും മലപ്പുറം ജില്ലക്കാരാണത്രയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും വിഖ്യാതമായ സ്വർണ്ണക്കടത്ത് കേസ്, ആ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് 100 ദിവസത്തിലധികം ജയിലിൽ കിടന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഷാഡോ ഓഫീസർ, അയാൾ മലപ്പുറം ജില്ലക്കാരനാണോ? അയാൾ ഇസ്ലാം നാമധാരിയാണോ? മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയ ശ്രീമതി സ്വപ്ന സുരേഷ്, അവർ മലപ്പുറം ജില്ലക്കാരിയാണോ? അവർ മുസ്ലിം സമുദായാംഗമാണോ? അപ്പോ ഈ നാട്ടിൽ സ്വർണം കടത്തുന്നത്, സ്വർണം പൊട്ടിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗമാണ് എങ്കിൽ ആ മതത്തിന്റെ പേര് CPM എന്നാണ് എന്ന് ഈ നാട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിക്ക് പറയാം. സ്വർണം പൊട്ടിക്കുന്ന, സ്വർണം കടത്തുന്ന ഒരു അധോലോക സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ സമരപരിപാടികളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് UDYFന്റെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായിട്ട് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്.
ഇതേ സമയത്ത് തന്നെ ഏറെ പ്രിയപ്പെട്ട നിയമസഭാ സാമാജികന്മാർ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, അവർ ഈ നാടിനു വേണ്ടി, ഈ നാടിന്റെ മതേതരത്വത്തിന് വേണ്ടി നിയമസഭയ്ക്കകത്ത് അതിശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാദങ്ങളെ കൂവിത്തോൽപ്പിക്കാൻ, ആ വാദങ്ങളെ ശബ്ദം വെച്ച് തോൽപ്പിക്കുവാൻ അവിടുത്തെ സംഘപരിവാറിന്റെ MLA-മാർ ശ്രമിക്കുമ്പോ ഈ നാടിതെല്ലാം കാണുന്നുണ്ട് എന്ന് ഉത്തമമായ ബോധ്യം ശ്രീ പിണറായി വിജയൻ ഉണ്ടാകണം. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ഒരു സംസ്ഥാനത്തെ ഉണ്ടാക്കി, ഡീലിമിറ്റേഷൻ നടത്തി BJP മണ്ഡലങ്ങൾ മാത്രം ഉണ്ടാക്കിയ കശ്മീരിൽ സംഘപരിവാരത്തിന്റെ താമര വാടിയിട്ടുണ്ട് എങ്കിൽ 2026 ആണ്ടിൽ ഈ കേരളത്തിലെ സംഘപരിവാരത്തിന്റെ പിണറായി വിജയന്റെ താമരയും വാടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്, പ്രിയപ്പെട്ട CPM-ന്റെ നേതാക്കന്മാരോട്, നിങ്ങളുടെ പ്രവർത്തകർ പോലും അസ്വസ്ഥരായി അവർ കാട്ടുന്ന അസഹിഷ്ണുതയുടെ പേരാണ് ഇന്ന് നിങ്ങളുടെ ഒരു നിയമസഭാ സാമാജികൻ മറുപക്ഷത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടുകയും നിങ്ങളുടെ പാർട്ടി പതാക പിടിക്കുകയും നിങ്ങളുടെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ സംഘപരിവാരത്തിന് വിടുപണി ചെയ്യുന്നത് സഹിക്കാൻ വയ്യാതെ ഉണ്ടാകുന്ന പിന്തുണയാണ് എന്നത് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഈ നാട്ടിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായ തൃശൂർ പൂരത്തെ കലക്കി BJP-ക്ക് ഒരു സീറ്റ് കൊടുത്ത പിണറായി വിജയനോട് ഈ നാട്ടിലെ മതേതര ജനങ്ങൾ ഒരു കാലത്തും മാപ്പ് കൊടുക്കുവാൻ പോകുന്നില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മ സമരത്തിന്, ഈ തുടർ സമരങ്ങളുടെ പരമ്പരയ്ക്ക് ഇന്നത്തെ സമരത്തിന് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.